ചെയ്യുന്നു എന്നുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു. അത് ഞാൻ കേട്ടപ്പോൾ എനിക്കും തോന്നി അത് കുറച്ച് ഓവറായി പോയില്ലേ. ഇനിയിപ്പോൾ നാളെ കോമൻ ഒരു ഇതുണ്ടാവുമോ എനിക്കറിയില്ല. ചിലപ്പോൾ ഒരു നല്ല ഐഡിയ വന്നാൽ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. ഇപ്പൊ ഇതിൻ്റെ അകത്ത് വരാൻ നേരത്ത് മാസങ്ങളോളം പല്ലിയൊക്കെയാണ് അഭിനയിച്ചെന്ന് അമലയാണ് ആ റൂമിന്റെ പേരില് മാസങ്ങളോളം പല്ലിലേക്ക് അഭിനയിക്കാനോ. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, എങ്ങനെയെങ്കിലും ബെഞ്ച് മാർക്ക് ഒന്ന് ഒഴിവാക്കി തരാമോ? കാരണം ഈ ബെഞ്ച് മാർക്കാണ് ജീവിക്കാൻ പറ്റുന്നത്. കാരണം ബേസിക്കലി എന്താ പറയുക, ഞാൻ കുറച്ച് സിനിമകൾ ചെയ്തു, അതിനകത്ത് കുറച്ച് ത്രില്ലേഴ്സ് ആയിരുന്നു. ഞാൻ ഹ്യൂമർ ചെയ്തിട്ടുണ്ട്, ഫാമിലി ഡ്രാമ ചെയ്തിട്ടുണ്ട്, കോർട്ട് റൂം ഡ്രാമ ഒക്കെ ചെയ്തിട്ടുണ്ട്. ബെഞ്ച് മാർക്കിൻ്റെ ഒരു ഇതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എൻ്റെ പ്രോബ്ലം അതാണ്. So I feel we as a team have done justice to it. ബാക്കി നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കാം. ഞാനൊരു മിനിറ്റ് പറഞ്ഞത് ബേസിക്കലി ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് വിഷ്വല്, ഒരു ലൊക്കേഷൻ, സിനിമയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് റൂൾസും ഒന്നുമില്ല. നമ്മൾ എൻഗേജിങ് ആയിരിക്കുക എന്നുള്ളത്. രണ്ടുപേരെ ഉള്ളൊരു ആ രണ്ടുപേര് അത് വെൽ സ്ക്രിപ്റ്റഡ് ആണ്, വെൽ പെർഫോംഡ് ആണെങ്കിൽ ആ സിനിമ നിൽക്കും, എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ എത്രയോ 100 ആർട്ടിസ്റ്റ് നിന്ന് അഭിനയിച്ച പടമൊക്കെ ഇവിടെ തിയേറ്ററിൽ കൂടെ സർവൈവ് ചെയ്യാതെ പോയിട്ടുണ്ട്. സോ അതല്ല എനിക്ക് ഇതിനകത്ത് ഏറ്റവും അട്രാക്ഷൻ തോന്നിയത്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അർഫാസ് എന്നോട് വന്ന് ഈ കഥ പറഞ്ഞപ്പോൾ ഞാൻ അർഫാസ് അങ്ങനെ ചിന്തിച്ചല്ലോ എന്നുള്ളത്. ആസ് എ ഫിലിം മേക്കർ സാധാരണ ആൾക്കാർ ചിന്തിക്കുന്നതിൽ നിന്ന് വിഭിന്നമായി ചിന്തിച്ചു എന്ന് കരുതി അർഫാസ് ഇപ്പോൾ പറയുന്ന ലോകത്തിൽ ഇന്നവരെ ആരും പറയാത്ത കാര്യമൊന്നുമല്ല. കാരണം ഞാൻ പണ്ട് ഞാൻ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്ന സമയത്ത് ശേഖർ കപൂർ, ഞാൻ ഒത്തിരി ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, മഹേഷ് ഭട്ട് ശേഖർ കപൂർ ഇൻ്റർവ്യൂവിലും മഹേഷ് ഭട്ട് ശേഖർ കപൂറിനോട് ചോദിക്കുന്നുണ്ട്, ബഡ്ഡിങ് ഡയറക്ടേഴ്സിന് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇഫ് യു വാണ്ട് ടു ബി എ ഗുഡ് ഡയറക്ടർ ഗോ അഗൈൻസ്റ്റ് ദ റൂൾസ് ഓഫ് ദ ഇൻഡസ്ട്രി എന്നാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും ഒരേ പാറ്റേൺ, ഒരേ ഇത് എങ്ങനെ ചെയ്യും, അങ്ങനെ ചിന്തിക്കുമ്പോൾ അർഫാസ് വന്ന് എന്നോട്, അർഫാസ് പല കഥകൾ പറഞ്ഞിട്ടുണ്ട്, അത് പലതും ബാക്കിയൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. കാരണം ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫിലിം. അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തത്. കാരണം മലയാളത്തിന് ഇന്ന് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് സിനിമകൾ ചെയ്യാനും അത് ആസ്വദിക്കാനും കഴിവുള്ള ഒരു ഗ്രൂപ്പാണ് നമ്മൾ കേരള മലയാളികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ധൈര്യമായിട്ട് നിന്നത് ആൻഡ് ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഫിലിം. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ അതിനകത്ത് വിഷ്വലും മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിംഗ് ഉണ്ട്, എഴുത്തുണ്ട്, ഇവരുടെ പെർഫോമൻസ് ഉണ്ട്, അതിലാണ് സിനിമ നിൽക്കുന്നത്. ഓഫ് കോഴ്സ് ഫോട്ടോഗ്രാഫി ഉണ്ട്, ബാക്കി എല്ലാ ഘടകങ്ങളും ഉണ്ട്. അപ്പം അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ആസിഫ് ഖാൻ, ഈ അപ്പോഴത്തേക്ക് ശേഷം ഏറ്റവും അധികം ഫിസിക്കലി ഡിമാൻഡിങ് ആയിട്ടുള്ള സിനിമയാണോ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്? ആൻഡ് ഇതിലെ മേക്കപ്പ് അല്ലെങ്കിൽ അതിന് വഹിച്ചിട്ടുള്ള കോസ്റ്റ്യൂംസ്, ലുക്സ്, 2 ലുക്ക് ഉണ്ടെന്നൊക്കെ ട്രെയിലർ കണ്ടപ്പോഴാണ് മനസ്സിലായത്. എത്രത്തോളം ഫിസിക്കലി ഡിമാൻഡിങ് ആയിരുന്നു ലെവൽ ക്രോസ്? ഫിസിക്കലി ഡിമാൻഡിങ് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു മേജർ കൺസേൺ അങ്ങനെ ഒരു ക്യാരക്ടറിലേക്ക് എത്തുമ്പോൾ, ആ ഒരു അപ്പിയറൻസിലേക്ക് എത്തുമ്പോൾ അതൊരു ഫാൻസി ഡ്രസ്സ് ആവരുത് എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം ആ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ലുക്ക് അതൊട്ടും ഈ ഏജ് കെട്ടി വെച്ച ഒരു ഫീൽ ഇല്ലാതെ കുറച്ച് റിയൽ ആയിരിക്കണം, ഒറിജിനൽ ആയിരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3-4 ഗെറ്റപ്സ് നമ്മൾ ഫൈനൽ ചെയ്തിരുന്നു, കുറച്ചധികം കോസ്റ്റ്യൂംസ് ട്രയൽ ചെയ്തിരുന്നു. അപ്പോൾ ആ ഗെറ്റപ്പിലാണ് നമ്മൾ ഈ പറയുന്ന രീതിയിലേക്ക് ക്യാരക്ടർ നറേഷനിലേക്ക് മീറ്റ് ചെയ്യുന്ന ഏറ്റവും അടുത്തുള്ളൊരു ഗെറ്റപ്പായിട്ട് തോന്നിയതായിരുന്നു. അപ്പം അതിനോട് ആ ക്യാരക്ടറിനോട് ജസ്റ്റിഫൈ ചെയ്യുന്ന ഞങ്ങളെ കൊണ്ട് പോസിബിൾ ആയിട്ടുള്ളൊരു ഇത്. പിന്നെ ചാലഞ്ച് എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും വലിയ ചാലഞ്ച് അത് തന്നെയായിരുന്നു. നമ്മൾ ഈ വേഷം കെട്ടുകയും പെർഫോം ചെയ്യുന്ന സമയത്ത് ക്യാരക്ടർ ലൂസ് ആവുകയും ചെയ്യുമ്പോഴാണ് അത് ഫാൻസി ഡ്രസ് ആവുക. അപ്പോൾ അത് ആവാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അത് ഇനി പ്രേക്ഷകരാണ് പറയേണ്ടത്. ഇപ്പോൾ ഓരോ സമയത്ത് മലയാളത്തിൽ ഓരോ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് അമലപ്പോഴുള്ള ഓരോ കാരണങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഇന്ത്യൻ പ്രണയകഥ ചെയ്യുന്ന സമയത്ത് ഇതിൽ ഇന്നസെൻ്റ് ഉണ്ടോ എന്നുള്ളതാണ് സത്യത്തിൽ കണ്ണോട് ചോദിക്കുന്നത്. അതുപോലെ ലാലേട്ടൻ്റെ കൂടെയുള്ള സിനിമകൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ചെയ്യാം, അല്ലെങ്കിൽ ജോഷി സാറിൻ്റെ ഡയറക്ഷനിൽ അഭിനയിക്കാം. ലെവൽ ക്രോസിൻ്റെ ഏറ്റവും വലിയ അങ്ങനത്തെ ഒരു കഥയല്ലാതെ ഇഷ്ടപ്പെടുത്തിയത് എന്താണ്? സത്യേട്ടനോട് ഞാൻ ഒരു ഇന്ത്യൻ പ്രണയകഥയിൽ ഇന്നസെന്റ് ഉണ്ടോ എന്ന് ചോദിക്കാൻ കാരണം എന്നാലേ ഞാൻ സിനിമ ചെയ്യുള്ളൂ എന്നുള്ളതല്ല. ഞാൻ ഇന്നസെന്റ് ഭയങ്കര വലിയ ഫാനാണ്. പിന്നെ സത്യേട്ട ഫിലിമിലുള്ള ഒരു കോമൺ ഫാക്ടർ ആണല്ലോ, അപ്പം ആ ഒരു എക്സൈറ്റ്മെന്റിലാണ്. പിന്നെ റൺ ബേബി റൺ ആണെങ്കിലും അതിൻ്റെ സ്റ്റോറി ലാലേട്ടൻ, ജോഷി സർ, ഇറ്റ്സ് എ കോംബോ.
അതൊക്കെ ഒരു വലിയൊരു ബ്ലെസ്സിങ്സ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ആക്ച്വലി ഞാൻ ചൂസ് ആൻഡ് പിക്ക് ചെയ്ത ഫിലിംസ് അല്ല, എന്നിലേക്ക് വന്ന ഫിലിംസ് ആണിത്. അതുപോലെ തന്നെ ഈ പ്രോജക്റ്റ് വന്നപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ജിത്തു സാർ വിളിക്കുന്നു എന്നെ, പിന്നെ ഞാൻ സ്റ്റോറി കേട്ടു. ആൻഡ് ഇതിൻ്റെ ആക്ടേഴ്സ് ആസിഫ് ആൻഡ് ഷറഫുദ്ദീൻ, ടെക്നിക്കലി സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്രൂ. ആൻഡ് മെയിൻലി എനിക്ക് ഇതിൻ്റെ സ്റ്റോറി ആൻഡ് എനിക്ക് ആസ് എ ഡയറക്ടർ അർഫാസ് എനിക്കത് നറേറ്റ് ചെയ്തതും അർഫാസിൻ്റെ ഒരു വിഷൻ, അർഫാസിൻ്റെ ക്ലാരിറ്റി എന്നെ അതെല്ലാമാണ് കൺവിൻസ് ചെയ്തത്. സോ ഓവറോൾ ഇറ്റ് വാസ് a good project to be a part of എന്ന് തോന്നി. എനിക്കൊരു നല്ലൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടായിരുന്നു, ഒരു കൺവിക്ഷൻ ഉണ്ടായിരുന്നു, ഇത് എന്തായാലും വർക്കൗട്ട് ആവും. ബിക്കോസ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലും ഇത് അത്രയും തന്നെ ഈ പടം അർഫാസ് എങ്ങനെയാണോ കാണുന്നത് അതേ വിഷൻ തന്നെയുള്ള ആക്ടേഴ്സും ടെക്നീഷ്യൻസും തന്നെയാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. സോ അത് നന്നായിട്ട് വരും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. സാർ, ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഈ ആരാണിത് പ്രസന്റ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സ്പെക്ടേഷൻസും ബെഞ്ച് മാർക്കും ഒക്കെ ഉണ്ടാവില്ല. ഇപ്പോൾ ഡേവിഡ് ഫിഞ്ചറാണ് മൈൻഡ് റണ്ണർ പ്രസന്റ് ചെയ്യുന്നത് നെറ്റ്ഫ്ലിക്സിൽ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ടല്ലോ, അല്ലെങ്കിൽ സ്റ്റാർക്കീസിന്റെ മണിരത്നം പ്രസന്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു എസ്തറ്റിക്സ് ഉണ്ട്. അതുപോലെ ജിത്തു ജോസഫ് പ്രസന്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ഈ ട്വിസ്റ്റുകൾ, ക്ലൈമാക്സിലെ റിവീലുകൾ, അതൊക്കെ ഇത് ഇവിടെയും വരുന്നുണ്ടോ ആ സാമ്യങ്ങളൊക്കെ? നിങ്ങളോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, എങ്ങനെയെങ്കിലും ബെഞ്ച് മാർക്ക് ഒന്ന് ഒഴിവാക്കി തരാമോ? കാരണം ഈ ബെഞ്ച് മാർക്ക് കാരണം ജീവിക്കാൻ മേല. കാരണം ബേസിക്കലി എന്താ പറയുക, ഞാൻ കുറച്ച് സിനിമകൾ ചെയ്തു, അതിനകത്ത് കുറച്ച് ത്രില്ലേഴ്സ് ആയിരുന്നു. ഞാൻ ഹ്യൂമർ ചെയ്തിട്ടുണ്ട്, ഫാമിലി ഡ്രാമ ചെയ്തിട്ടുണ്ട്, കോർട്ട് റൂം ഡ്രാമ ഒക്കെ ചെയ്തിട്ടുണ്ട്. ബെഞ്ച് മാർക്കിൻ്റെ ഒരു ഇതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എൻ്റെ പ്രോബ്ലം അതാണ്. അപ്പം ദൃശ്യം ഇറങ്ങി കഴിഞ്ഞപ്പോൾ തൊട്ട് ഏത് സിനിമ വന്നാലും ദൃശ്യം പോലെ ആയാലും ഞാൻ വേറൊരു ദൃശ്യം 1 and 2 ഒന്നുമേ കമ്പയർ ചെയ്യുന്ന എനിക്ക് മനസ്സിലാക്കാം. അപ്പം എനിക്കതിപ്പോഴും കൺഫ്യൂസ്ഡ് ആകുക. അതുകൊണ്ട് ഞാൻ നേരെ ഇത് പറയാം, എൻ്റെ ബെഞ്ച് മാർക്കും ലെവൽ ക്രോസും തമ്മിൽ കണക്ട് ചെയ്യണ്ട. ലെവൽ ക്രോസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫിലിം, ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് പ്ലോട്ട്, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി, അതിനകത്ത് നന്നായിട്ട് പെർഫോം ചെയ്ത നല്ല ക്യാരക്ടറൈസേഷൻസ് ഉണ്ട് അതിനകത്ത്. അപ്പം അതൊരു പുതിയ ഫിലിം മേക്കറുടെ ഒരു തോട്ടാണ്, അതിനാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പം അല്ലാതെ നിങ്ങളിത് ഈ സിനിമ ജിത്തു ജോസഫിൻ്റെ യൂഷ്വൽ ട്വിസ്റ്റ് അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ച് വരല്ലേ. ഇതൊരു ഒരു വ്യത്യസ്തമായ ഒരു സിനിമ, ഒരു നല്ലൊരു സിനിമ കാണുക എന്നുള്ള രീതിയിൽ വരിക. അല്ലാതെ ഇതിനകത്ത് ഭയങ്കരമായ ട്വിസ്റ്റ് ഉണ്ട്, അല്ലെ ഭയങ്കരമായ ഹ്യൂമർ ഉണ്ട്, അങ്ങനത്തെ ഒന്നുമില്ല. ഇതൊരു ഡിഫറെൻറ്റ്, അതേ ഒരു വ്യത്യസ്തമായൊരു സിനിമ എന്ന് കരുതി ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്, ലോകത്തിൽ ഇന്ന് ഒരു എന്നൊന്നും അവകാശപ്പെടുന്നില്ല. പക്ഷേ വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും സിനിമ എന്നാണ് എൻ്റെ വിശ്വാസം. അർഫാസ് പല കഥകൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞു, അതിലേതെങ്കിലും കഥ ജിത്തു സാർ ചെയ്യണമെന്ന് എന്തെങ്കിലും തോന്നി? അർഫാസ് പറയും ആഗ്രഹിച്ചു പറഞ്ഞാൽ ഞാൻ ചെയ്യാവുള്ളൂ. അല്ല പറഞ്ഞ എനിക്ക് അർഫാസ് ഒരു നല്ലൊരു തോട്ട് എനിക്ക് എന്നോട് പറഞ്ഞു. പാവം കഷ്ടപ്പെട്ട് അതൊരു വർക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞു, അത് അർഫാസിന് വേണ്ടി തന്നെ. എനിക്കും ഇഷ്ടപ്പെട്ട ഒരു ഹ്യൂമർ ട്രാക്കിലുള്ള ഒരു സിനിമയായിരുന്നു, ഒരു ഇൻട്രസ്റ്റിംഗ് വേൾഡ്. അത് പകുതി വർക്ക് ചെയ്തപ്പോഴത്തേക്ക് അതേ കഥയിൽ വേറൊരു സിനിമ വന്നു മലയാളത്തിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴൊരു ദിവസം വിളിച്ചു വന്നു, അങ്ങനെ പറഞ്ഞു, സാറേ ആ സിനിമ ഉണ്ടോ, അത് ഇത് തന്നെയാന്ന് പറഞ്ഞു. പിന്നെയും എന്നോട് ഓരോ തോട്ടുകൾ പറഞ്ഞു. അതൊക്കെ കുറച്ച് ഐഡിയാസ് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ചിലത് പറയുമ്പോൾ ചില ഐഡിയാസ് നമ്മൾ സ്ക്രീൻ പ്ലേ ചെയ്ത് വർക്ക് ചെയ്ത് വരുമ്പോൾ അത് ഭയങ്കരമായിട്ടും നന്നായി വരാം. ചിലത് അത്രയും നന്നായി വന്നെന്ന് വരില്ല, ചിലപ്പോൾ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. അങ്ങനെ പലത് പറഞ്ഞ കൂട്ടത്തിൽ എന്നോട് ഇത് പറഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് ചോദിച്ചു, കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് വർക്ക് ചെയ്തിട്ട് എന്നോട് പറയാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അർഫാസ് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ആസ് എ ഫിലിം മേക്കർ നിങ്ങൾക്കത് ഭയങ്കര ഒരു ബ്രേക്ക് ത്രൂ, യു ആർ സംതിങ് ഡിഫറെൻ്റ് എന്നുള്ളൊരു ഫീല് എനിക്ക് തോന്നി. അത് ചിലപ്പോൾ ഓഡിയൻസിന് കിട്ടുമായിരിക്കും എന്നെനിക്ക് തോന്നി. അത് അല്ലാതെ പിന്നെ അർഫാസ് കൊണ്ടുവരുന്ന ഒരു കഥ ഇഷ്ടപ്പെട്ടാലും ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ആഗ്രഹം തോന്നിയാൽ ഞാൻ മിണ്ടായിരിക്കത്തേ ഉള്ളൂ. കാരണം അത് അർഫാസ് ചെയ്യട്ടെ. ഞാൻ എന്ത് വരാത്തെന്ന് ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രൊഡ്യൂസർ അല്ല, അത് ഞാൻ തന്നെയാണ്. ഞാൻ പറഞ്ഞു ഏത് സമയത്തായിരുന്നു ഞാനത് പറഞ്ഞു, ദൃശ്യം 2 തെലുങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വിളിച്ച് പറയുന്നത്. അപ്പം അന്നത്തെ ക്ലാസിഫായിട്ടൊക്കെ സംസാരിച്ചു അല്ലേ? ഇല്ല, അതിന് മുമ്പാണ്. അപ്പം ഞങ്ങൾ ആദ്യം പ്രൊഡ്യൂസറോടാണ് സംസാരിക്കുന്നത്, അത് മറന്നുപോയി. ഞാനാണ് രമേശ് സാറിനോട് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിനും കഥ ഇഷ്ടപ്പെട്ടു, അദ്ദേഹം അങ്ങനെയാണത് ഏറ്റെടുക്കാൻ തയ്യാറായത്.
ഇപ്പം മേക്ക് ഓവർ ഉണ്ടല്ലോ, ആസിഫലിയുടെ ഒരു മേക്ക് ഓവർ ഇപ്പൊ കാറ്റിൽ നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷം കെട്ടിയോളന്മാരേഖയില് അതിൻ്റെ അകത്തൊന്നൊരു മേക്ക് ഓവർ. പിന്നെ റോഷാഗിലാണെങ്കിൽ കണ്ണ് മാത്രം കാണിച്ചിട്ട് ഉള്ളൊരു മേക്ക് ഓവറായിട്ട് വേണമെങ്കിൽ ഒരു തരത്തിൽ വേണമെങ്കിൽ അതിനെയും അഡ്രസ് ചെയ്യാം. ഇപ്പൊ ഇതിൻ്റെ അകത്ത് വരാൻ നേരത്ത് മാസങ്ങളോളം പല്ല് തേക്കാതെ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് അമലയാണ് ആ റൂമറിന്റെ പിന്നില്. മാസങ്ങളോളം പല്ല് തേക്കാതെ അഭിനയിക്കാനോ കൂടെ നിൽക്കാനോ എനിക്ക് പറ്റുമെന്ന് അറിയില്ല. ഇനി അമലക്ക് അത് എപ്പോഴാണ് തോന്നിയെന്നും എനിക്കറിയില്ല. കാര്യം ആ ക്യാരക്ടറിന് അങ്ങനെ ഒരു ഔട്ട്ലൈൻ ഉണ്ടായിരുന്നു കാണുമ്പോൾ. കാര്യം ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണ് അയാള്. ഒരു സമയം കഴിഞ്ഞപ്പോൾ അയാൾ ലുക്സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അയാളുടെ ജീവിത രീതിയെ പറ്റിയിട്ടൊന്നും അയാൾ ബോധേഡ് അല്ല. സോഴ്സസ് അങ്ങനെ സൗകര്യമില്ലാത്തതുകൊണ്ടൊന്നല്ല, പുള്ളി ബോധേഡ് അല്ലായിരുന്നു, ആരും കാണാനില്ല. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനതിനു വേണ്ടി പല്ല് തേക്കാതിരുന്നിട്ടൊന്നുമില്ല. പിന്നെ ആ പല്ല് ഒരു പ്രോസ്തറ്റിക് ആണ്. ഒരു ഡോക്ടറെ കൊണ്ട് നമ്മുടെ റോണക്സ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടാക്കിയതാണ്. അപ്പൊ ആ പല്ല് ഞാനാണ് ഡെയിലി വീട്ടിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഷൂട്ട് കഴിഞ്ഞത് റൂമിൽ കൊണ്ടുപോയി ഞാൻ തന്നെ രാവിലെ വൃത്തിയാക്കി കൊണ്ടുവരുമായിരുന്നു. അപ്പം ആ പല്ലാണ് കാണുന്നത്. എന്റെ പല്ല് അകത്തുണ്ട്, അത് ഞാൻ ഡെയിലി തേക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആ ഡെയിലി ഒരു സെൽഫി എടുത്ത് അയക്കും വീട്ടിലേക്ക് പിള്ളേർക്ക് ഗുഡ് മോർണിംഗ്. അമല, ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ചെയ്യുന്ന കഥാപാത്രങ്ങൾ എന്നുള്ള കഥാപാത്രങ്ങൾ ആ ഓഡിയൻസ് റിമെമ്പർ ചെയ്യാന്നുള്ളതായിരിക്കും ഏറ്റവും വലിയൊരു കാര്യം. നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും അതുപോലെ നിലനിൽക്കുന്നുണ്ട്. ആടയിലെ കഥാപാത്രങ്ങളായാലും എല്ലാ കഥാപാത്രങ്ങളും അതുപോലെ. ഈ സിനിമയിലെ കഥാപാത്രം എത്രത്തോളം ചലഞ്ചിങ് ആണെന്ന് കരുതുന്നത്, ഓഡിയൻസിലേക്ക് എത്രത്തോളം ലോക്ക് ചെയ്യും? ചാലഞ്ചിങ് ആയിരുന്നു. കാരണം ഫിസിക്കലി അല്ലെങ്കിൽ ലുക്ക് വൈസ് ഒന്നും അല്ല, ബട്ട് പെർഫോമൻസ് വൈസ്. കാരണം ഇതൊരു ഞാൻ പറഞ്ഞല്ലോ, ഈ ക്യാരക്ടേഴ്സിലൂടെയാണ് ഇതിൻ്റെ സ്റ്റോറി പോകുന്നത്. അപ്പം ഒത്തിരി ലേയേഴ്സ് ഉള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ പ്ലേ ചെയ്ത ചൈതാലി എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ എനിക്ക് ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് ക്ലാരിറ്റി വേണ്ട ഒരു ക്യാരക്ടറായിരുന്നു. ഐ റിമെമ്പർ ഞാൻ ജിത്തു സാറിനെയും അവിടെ നിന്ന് ടുണീഷ്യയിൽ നിന്ന് വിളിച്ചിട്ട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് ഞാൻ ഒരു സൈക്യാട്രിസ്റ്റാണ് ഞാൻ പ്ലേ ചെയ്യുന്നത്. അപ്പം ഞാനൊരു ഡോക്ടർ, ഒരു സൈക്യാട്രിസ്റ്റ്, എനിക്കറിയാവുന്ന ഒരു ഡോക്ടറെ വിളിച്ചിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ക്ലാരിറ്റിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തിരുന്നു. ബട്ട് അർഫേഴ്സ് വാസ് ദെയർ. എനിക്ക് എൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും വളരെ വ്യക്തമായി ക്ലിയർ ചെയ്ത് തന്ന്. അപ്പോൾ ആ ഒരു മെൻ്റൽ എക്സസൈസ്, ആ ഒരു പ്രോസസ്സ് വെച്ച് നോക്കുമ്പോൾ ചാലഞ്ചിങ് ആയിരുന്നു. ബട്ട് എനിക്ക് ഐ റിയലി വോണ്ട് ടു താങ്ക് ഞങ്ങളുടെ DOP അപ്പു പ്രഭാകർ. ലൈക്ക് നമ്മൾ ചില സിനിമയിൽ നമുക്ക് തോന്നില്ല നമ്മളെ കാണാനായിട്ട് വളരെ ഭംഗിയുണ്ടെന്ന്. ലൈക്ക് ഐ ലുക്ക് റിയലി ഗുഡ്, ലൈക്ക് പ്രസൻറ്റഡ് വെരി വെൽ. ചില ആംഗിൾസ് ലൈക്ക് എല്ലാം ഞാൻ ചെയ്യുന്ന എൻ്റെ പെർഫോമൻസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് അപ്പോൾ. അപ്പം ആ ഒരു രീതിയിൽ എനിക്ക് ഐ എം റിയലി ഹോപ്പിംഗ് ഓഡിയൻസിന് ഇത് കാണുമ്പം മേ ബി ഒരു ഇന്ത്യൻ പ്രണയകഥയ്ക്കൊക്കെ ശേഷം എൻ്റെ അടുത്ത് ഒത്തിരി പേര് പറഞ്ഞിരുന്നു ലവ് സോങ് ഒക്കെ കണ്ടപ്പം അതിന് ശേഷമാണ് അമലേനെ ഇങ്ങനെ കാണുന്നത് മലയാളത്തിൽ, അങ്ങനത്തെ ഒരു പെർഫോമൻസ്. അപ്പം ഞാനും എക്സൈറ്റഡ് ആണ്. മേ ബി ഇത് കഴിയുമ്പം ആ ഒരു ഫീൽ അല്ലെങ്കിൽ ആ ഒരു വൈബ് ഇത് ക്രിയേറ്റ് ചെയ്യുമെന്ന് എനിക്കും ഒരു പ്രതീക്ഷയുണ്ട്. എനിക്ക് ഒരു ഐഡിയ ഇല്ലാത്ത കാര്യമാണത്, സോറി. ഞാൻ ബട്ട് ഐ തിങ്ക് ലെവൽ ക്രോസ്, ലെറ്റ്സ് സ്റ്റിക്ക് ടു ദാറ്റ്. അത് എന്തുകൊണ്ട് എന്നോട് തന്നെ ചോദിക്കാൻ കാരണം? ഓക്കെ സോറി, ഞാൻ അതിനെക്കുറിച്ച് അവെയർ അല്ല. ഐ എം സോറി. ഐ തിങ്ക് ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് പറയുന്നതായിരിക്കും നല്ലത്. അല്ല, ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് കുറച്ചൊരു ഇപ്പം മലയാളത്തിൽ എനിക്ക് ആ സമയത്ത് കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഒരു ഫ്രഷ് മീൻസ് ഒരു സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ പാടില്ല, പിന്നെ ന്യൂ ഫേസ് വേണം. ഇങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നപ്പം ആരോ ഒരാൾ നമുക്ക് പെട്ടെന്ന് കാസ്റ്റിംഗ് സമയത്ത് ചിലപ്പോൾ പല ഫേസസും ഓർക്കത്തില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ആരോ ഒരാൾ അവിടെ ഇരുന്ന് അമലപ്പോൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവരും പറഞ്ഞു ഷീസ് ഗുഡ്, കറക്റ്റ്, ഇതിനകത്ത് മാച്ച് ചെയ്യുന്നുണ്ട് ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞു. ഇതൊരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ നിന്ന് പെട്ടെന്ന് പേര് പോപ്പപ്പ് ചെയ്ത് വന്നപ്പോൾ ഞങ്ങളങ്ങ് എടുത്ത ഡിസിഷനാണ്.
അപ്പം തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് അമലേനെ അറിയാം, ഞാൻ വിളിക്കാൻ, ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഇമ്മീഡിയറ്റ് വിളിക്കുകയായിരുന്നു. അങ്ങനെയാണ് കണ്ടുകളെ പറ്റിയിട്ടൊക്കെ സംസാരങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കുമ്പോൾ ഓരോ പടം കഴിയുമ്പോഴും സാധാരണ ഓരോ ആക്ടേഴ്സ് ഇന്നെ ഏറ്റവും അത്ഭുതപ്പെട്ടി എന്നാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെയാണ് എല്ലാ മേഖലയിലും ധാരണയുള്ള ഒരാളെന്നുള്ളതാണ്. അതിനോടൊക്കെ ഒരു പടത്തിൽ ലോഡ് നോക്കി മറ്റൊരു പടം പ്രൊഡ്യൂസറായി തോന്നുകയും ചെയ്തല്ലോ. അദ്ദേഹത്തെ പറ്റി എന്താ? ഈസ് എ ഡെയറിങ് ആക്ടർ. അതായത് വേറെ പലരും ചെയ്യാൻ മടിക്കുന്നത് ചെയ്യാൻ തയ്യാറാകുന്ന ഒരു ആക്ടറാണ്. ഞാനത് പറയാം, ഞാനിന്നിപ്പം ബോളിവുഡിലും ഒക്കെ ഞാൻ പോയി പല സബ്ജക്റ്റ് ഡിസ്കഷനും കാര്യങ്ങളും പ്രൊജക്റ്റുകളും ഉണ്ട്. മജോറിറ്റി ഓഫ് ദ ആക്ടേഴ്സ് ആർ ഇൻസെക്യൂർ. അങ്ങനെയാണോ ആ ക്യാരക്ടർ, ഇങ്ങനെയാണോ ആ ക്യാരക്ടർ, അങ്ങനെയാണ് ഇത്, അങ്ങനെ ഒരു പ്രശ്നം ആസിഫിനില്ല. ചേട്ടാ എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ, അതെന്തായാലും ക്യാരക്ടർ എന്തായാലും. അതാണ് ആസിഫിൻ്റെ പ്രത്യേകത. ആൻഡ് ഈസ് ബേസിക്കലി ഈസ് എ ടാലൻറ്റഡ് ആക്ടർ. അതുകൊണ്ടാണല്ലോ ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷെ അതിനേക്കാളും ഈസ് എ ഡെയറിങ് ആക്ടർ. ഇപ്പം ഉയരെ എന്ന് പറയുന്ന സിനിമ, ഞാനൊരു കൂമൻ്റെ കഥയൊക്കെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഭയങ്കരമായിട്ട് എനിക്ക് ബഹുമാനവും സ്നേഹവും തോന്നി. കാരണം ആസിഫ് ആ ക്യാരക്ടർ ചെയ്തതാണ്. ഇപ്പോഴും ഇവിടുത്തെ ഒരു പ്രശ്നം, പല ആക്ട്രസസും ആക്ടേഴ്സിനോടും നമ്മൾ കഥ പറയുമ്പോൾ അയ്യോ എൻ്റെ ക്യാരക്ടറിന് നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടാകും. ഞാൻ 12th മാൻ ഇത് ചെയ്തപ്പോൾ ഫിദ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാനായിട്ട് കുറേ ആക്ട്രസുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴൊക്കെ എല്ലാവരും മാറുക പേടിച്ച്. എന്തിനാ ഇങ്ങനെ ഇമേജ് കോൺഷ്യസ് ആകുന്നത്? അവരൊരു ഒരു ഒരു ക്യാരക്ടറിനെ പോർട്രേ ചെയ്യുമല്ലോ, അത് അവരുടെ സ്വഭാവമാണെന്നല്ലല്ലോ നമ്മൾ പറഞ്ഞത്. അതിന് അത്രയ്ക്കും പേടിക്കുന്നുണ്ട് പലരും. അങ്ങനെ എല്ലാവരും ഞാൻ പറയുന്നില്ല, പലരും. പക്ഷേ ആസിഫിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ഞാൻ കണ്ടത് ഈസ് എ ഗുഡ് ആക്ടർ ആൻഡ് ഈസ് എ ഡെയറിങ് ആക്ടർ. താങ്ക് യു സോ മച്ച്. ഒന്ന് തിയേറ്ററിൽ ഇറങ്ങിയെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്നപ്പം നെഗറ്റീവ് ഷെയ്ഡ് വന്നപ്പോഴേക്കും കുറേ നെഗറ്റീവായിട്ട് ഇങ്ങനെ നെഗറ്റീവ് ചെയ്തല്ലോ എന്ന് പറഞ്ഞൊരു ഇമേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇമേജ് ഉള്ളതുകൊണ്ടാണോ കൂടുതൽ കഥകൾ അല്ലെങ്കിൽ നെഗറ്റീവ് ഷെയ്ഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കഥാപാത്രങ്ങൾ മിസ് ചെയ്ത് പോകുന്നത്? ക്യാരക്ടേഴ്സ് മിസ് ചെയ്ത് പോകുന്നതോ? എനിക്കങ്ങനെ മിസ് ചെയ്ത് പോയി എന്ന് തോന്നുന്നത് ഇല്ല. അങ്ങനെ ക്യാരക്ടേഴ്സ് മിസ്സായിട്ടില്ല എനിക്ക്. പക്ഷെ അങ്ങനെ നെഗറ്റീവ് ചെയ്യും, ഞാൻ ഇതിന് മറുപടി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സിൻ്റെ ഒരു പ്രഡിക്റ്റബിൾ സ്വഭാവം ഉണ്ടാവില്ല. നമ്മൾ എങ്ങനെ വേണമെങ്കിലും തിരിയാമെന്ന് ഓടിയെന്ന് തോന്നാം, അല്ലെങ്കിൽ ഒരു ഹീറോ ഇമേജ് ഉണ്ടെന്നോ ഒരു പോസിറ്റീവ് എൻഡിങ് ആയിരിക്കും എന്നുള്ളൊരു പ്രഡിക്ഷൻ ഇല്ലാതെ ഫ്രീഡം കിട്ടും ആ ക്യാരക്ടേഴ്സിന്. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ക്യാച്ച്. അങ്ങനെ ചെയ്യുന്നത് ക്യാരക്ടേഴ്സിന് മാത്രമല്ല, ഫിലിം മേക്കേഴ്സിനാണ് ഫ്രീഡം കിട്ടുന്നത്. നമ്മളൊരു ചില ക്യാരക്ടേഴ്സ് ആർട്ടിസ്റ്റ് വരുമ്പോൾ ഹ്യൂമർ ചെയ്യാനായിട്ട് വരും അത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഷാജോണയും ഇവരെയൊക്കെ എടുത്ത് വില്ലൻ വേഷമൊക്കെ ചെയ്ത് ഞാനെപ്പോഴും ആഗ്രഹിക്കുന്നത് ഹീറോ ചെയ്തിരിക്കുന്നവർ നെഗറ്റീവ് ചെയ്യണം, നെഗറ്റീവ് ചെയ്യുന്നവർ ഹീറോ അങ്ങനെയൊക്കെ. അപ്പോൾ എന്താണെന്നറിയോ, ഒരു ഫിലിം മേക്കറിന്, ഒരു റൈറ്റർക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും ആ കഥയെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞത് അത് ആസിഫിനെ പോലെ എല്ലാ ആക്ടേഴ്സും ചിന്തിച്ചു കൊടുക്കണം. പ്രത്യേകിച്ചും അതിന് ഏറ്റവും നല്ല സ്കോപ്പുള്ളൊരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്, മലയാളം. കാരണം അത് മനസ്സിലാക്കാൻ അത്രയും ബുദ്ധിയും അതിനുള്ള പ്രാപ്തിയുള്ളൊരു ഓഡിയൻസ് ഉള്ള കാര്യത്തിൽ ഞാൻ തന്നെ നമ്മൾ ഫിലിം ഇൻഡസ്ട്രി ഭയങ്കര ബ്ലെസ്ഡ് ആണ്. അപ്പം ശരിക്കും അത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് ഞങ്ങൾ ഫിലിം മേക്കേഴ്സിനാണ്, ഇങ്ങനെ ആക്ടേഴ്സ് ചിന്തിച്ച് ചെയ്യുന്നത്. സെൻറ് ആൻ്റണീസ് കോളേജിൽ ഒരു ഫംഗ്ഷൻ, അതായത് സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ഫംഗ്ഷന് പോയപ്പോൾ അമല ധരിച്ച വസ്ത്രത്തിനെതിരെ, അതായത് വസ്ത്രം മുംബൈ ഡാൻസ് ബാർ അല്ലാതെ പറഞ്ഞ കാസ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അപ്പോൾ അതിനോട് എന്താണ് പ്രതികരിക്കുന്നത്? അതായത് വസ്ത്രധാരണ രീതി മുംബൈ ഡാൻസ് ബാർ അല്ല, ഒരു ക്രിസ്ത്യൻ കോളേജിൽ ഒരു പരിപാടിക്കാണ് വന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിനോട് എന്താണ് പ്രതികരണം എന്ന് അറിയാൻ ആഗ്രഹമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രതികരണമൊന്നുമില്ല. ഐ വോർ വാട്ട് ഐ ലൈക്ക്. ആൻഡ് ഞാൻ ഇട്ട ഡ്രസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നോ അത് ഇന്നപ്രോപ്രിയേറ്റ് ആണെന്നോ ഞാൻ കരുതുന്നില്ല. മേ ബി അത് ക്യാമറയിൽ കാണിച്ച വിധം ഇന്നപ്രോപ്രിയേറ്റ് ആയിരുന്നിരിക്കാം. ബിക്കോസ് അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ ഐ ഡോണ്ട് ഫീൽ ഐ വോർ എ റോങ് ഡ്രസ്. ബട്ട് അത് എങ്ങനെയാണോ പോർട്രേ ചെയ്തതെന്നുള്ളത് അത് എൻ്റെ കൺട്രോളിലല്ലല്ലോ. അപ്പോൾ അതിൽ ഐ തിങ്ക് എനിക്ക് ഐ ഡോണ്ട് ഹാവ് എനി റോൾ ടു പ്ലേ. അപ്പോൾ അത് ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സ് ഇങ്ങനെ
എങ്ങനെ ഷൂട്ട് ചെയ്യണം എങ്ങനെ കാണണം എന്നുള്ളത് ഇറ്റ്സ് നോട്ട് ഇൻ മൈ കൺട്രോൾ. ഐ തിങ്ക് ദാറ്റ് വാസ് ഇൻഅപ്രോപ്രിയേറ്റ്. ബട്ട് ഞാൻ ഇട്ട ഡ്രസ്സ് ഐ ഡോണ്ട് ഫീൽ ദേഴ്സ് എനിത്തിങ് റോങ് ഇൻ ദാറ്റ്. ആൻഡ് കോളേജിൽ പോകുമ്പോൾ ദാറ്റ്സ് ദ മെസ്സേജ് ഐ വോണ്ടഡ് ടു ഗിവ്, ടു ബി യുവർ സെൽഫ്. ആൻഡ് ഐ ലൈക്ക് വാട്ട് ഐ വോർ. ഐ വോർ വാട്ട് ഐ ലൈക്ക്. സോ അത്രേ ഉള്ളൂ. ഇത്രയും ജനറേഷൻ വളർന്നു പറഞ്ഞാൽ വികസനം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇപ്പോൾ കോളേജിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഡ്രസ്സിങ്ങിലായാലും അവനവൻ്റെ ഇഷ്ടമാണ്. ഇപ്പോൾ കോമൺ ബാത്റൂം എന്ന് പറഞ്ഞൊരു സിസ്റ്റം തന്നെ മഹാരാജ് വന്നു. ആണായാലും പെണ്ണായാലും ഈക്വാലിറ്റി എന്നുള്ള ലെവൽ. അങ്ങനെയുള്ള സൊസൈറ്റി പോലും ഈ പറഞ്ഞ പോലെ ഒരു ഡ്രസ്സ് ഇട്ടതിന് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞ കമൻറ്റ് ഇടുക എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ വളർച്ചയെക്കാളും മുരൾച്ചയല്ല എടുത്ത് കാണിക്കുന്നത്. അതിപ്പം അങ്ങനെയായി. നമ്മൾ എന്തിട്ടാലും കമന്റ് ഇടാലോ. ഇപ്പൊ സാരി ഉടുത്താലും അത് എങ്ങനെ പോർട്രേ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യൻ ഡ്രസ് ചുരിദാറോ സാരി ഉടുത്താലും അത് ഐ തിങ്ക് ഓരോരുത്തർ അതിൽ നമുക്ക് പ്രത്യേകിച്ച് കൺട്രോൾ ഇല്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഐ ഡോണ്ട് റിയലി ഫോക്കസ് ബിക്കോസ് ഞാൻ ഒരു ആക്ടറാണ്. സോ ഐ വോണ്ട് ടു ഗിവ് മൈ എനർജി ഇൻ ടു വാട്ട് ഐ ഡു. ഞാൻ ഇവന്റിന് പോകുമ്പോൾ ഞാൻ ധരിക്കുന്ന ഡ്രസ്സ് ഞാൻ എന്താണോ ഞാൻ അങ്ങനത്തെ ഡ്രസ്സാണ് ഞാൻ ഇവന്റിന് പോകുമ്പോൾ ധരിക്കുന്നത്. ഞാൻ സാരീസ് കൊടുക്കാറുണ്ട്, സൽവാസ് കൊടുക്കാറുണ്ട്, വെസ്റ്റേൺ ഡ്രസ്സ് കൊടുക്കാറുണ്ട്. എനിക്ക് എന്താണോ കംഫർട്ടബിൾ, എനിക്കെന്താണോ എൻ്റെ മൂഡ് എന്താണോ അതനുസരിച്ചാണ് ഞാൻ ഡ്രസ്സ് ചൂസ് ചെയ്യുന്നത്. പിന്നെ ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദിസ് ഗെയിം. നേരത്തെ പറഞ്ഞ അത് ബേസിക്കലി അവർ ഇമേജ് കോൺഷ്യസ് ആയതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഈ ചില എനിക്ക് തോന്നുന്നു കൂടുതലും ആക്ട്രസസ് ആണെന്ന് തോന്നുന്നു ഞാനിങ്ങനെ ചിരിക്കുകയോ അല്ലെങ്കിൽ പിന്നെ മുഖം ഇങ്ങനെ ആയിപ്പോവോ. ശരിക്കും അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യുന്ന പോലെയോ. അപ്പോൾ ഇമേജ് കോൺഷ്യസ് ആണ് ഇതെല്ലാം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് പേര് എഴുതുമായിരിക്കും നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തല്ലോ അങ്ങനെ. പക്ഷേ ഇപ്പോൾ ഉയരയിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തു, അത് കഴിഞ്ഞ് ആസിഫിന് എന്തെങ്കിലും സംഭവിച്ചോ? ആസിഫ് മുകളിലേക്ക് ഞാൻ ഗ്രാഫ് വളരുക ചെയ്തത് ആസ് ആൻ ആക്ടർ. അത് മനസ്സിലാകും. കുറച്ച് പേര് അവിടെ ഇവിടെയൊക്കെ എല്ലാ സൊസൈറ്റിയിലും എല്ലാ കാര്യത്തിനും കുറച്ച് വേറെ രീതിയിൽ ചിന്തിക്കാൻ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ഡ്രസ്സിൻ്റെ കാര്യം സൊസൈറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരു 10 പേര് അവിടെ ഇവിടെ ഇരുന്ന് എഴുതുമായിരിക്കും. അതിൻ്റെ അർത്ഥം സൊസൈറ്റി താഴേക്ക് പോകാമെന്നല്ല, സൊസൈറ്റി ഇമ്പ്രൂവ് ചെയ്ത് തന്നെ പോകുന്നത്. അതിപ്പോൾ 100 കൊല്ലം കഴിഞ്ഞാലും കുറച്ച് പേര് കാണും. എപ്പോഴും ഉണ്ട്. 100 പേരുണ്ടെങ്കിൽ 100 സ്വഭാവക്കാരാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് എന്താ പറയുക, ഞാൻ ബേസിക്കലി ഈ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ ഇമേജ് കോൺഷ്യസ് ആണ്. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാരെങ്ങനെ എടുക്കും? ചിലപ്പോൾ കുറച്ച് പേരത് എടുക്കും, മനസ്സിലാക്കാവുന്നവർക്കത് മനസ്സിലാവും, അത്രേ ഉള്ളൂ. അത് നോക്കരുത്. ആ ഇമേജ് കോൺഷ്യസ് ആകാതെ ആർട്ടിസ്റ്റ് വന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു ഇത് ആയി വരുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് വേണ്ട കുറേ പുതിയ ജനറേഷൻ വരുന്ന പിള്ളേരൊക്കെ കുറച്ച് തയ്യാറാവുന്നുണ്ട്. പക്ഷെ ചിലർക്കൊരു ഇപ്പോഴും ഒരു മടിയുണ്ട്. മാറ്റിയാൽ അവർക്ക് നല്ലത്. ഇല്ല, കാരണം ഞാൻ ഇതിനെ ഒന്ന് പോയിട്ട് ഇതാണെങ്കിൽ പിന്നെ അല്ല ഞാൻ അങ്ങനെ ഞാൻ എഴുതി തള്ളുകയല്ല. ഞാൻ പറഞ്ഞാൽ അപ്പം ഇനിയിപ്പോൾ ആ വ്യക്തിക്ക് പറ്റുന്ന ഒരു ക്യാരക്ടർ വന്നാൽ അത് പിന്നെ എൻ്റെ സെൽഫിഷ്നെസ്സാണ്. ഞാൻ പോകും, എനിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ. അല്ലേ ഞാൻ ചെല്ലത്തില്ല. കാരണം നമ്മളൊരു ഒരു ഐറ്റുമായിട്ട് ചെല്ലുവാണ്. അപ്പം അവർ നോക്കേണ്ടതിൻ്റെ പെർഫോം ചെയ്യാനുള്ള സാധ്യതയെക്കുറിച്ചാണ്. അതാണ് ഒരു ആക്ടർ നോക്കേണ്ടത്. അല്ലാതെ എനിക്ക് എങ്ങനെയായിരിക്കണം, അയ്യോ എനിക്ക് അങ്ങനെ ആവാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഉള്ളൊരു ക്യാരക്ടർ ആവാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പണ്ട് ഏതോ ഒരു ഇതിനകത്ത് വഴി പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് ചെയ്യാൻ ഞാനില്ല. അങ്ങനെയൊക്കെ ചിന്തിക്കരുത്. ഇതെല്ലാം ക്യാരക്ടറില്ലേ, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ചെല്ലാത്തതിൻ്റെ കാരണം എന്താ പറയുക, അവരുടെ സിനിമയോടുള്ള അവരുടെ അപ്രോച്ച് എനിക്ക് മനസ്സിലായി. ദേ ആർ നോട്ട് പാഷനേറ്റ് എന്നൊരു ഫീലിംഗ് വന്നു. ഫെയിമോ അല്ലെങ്കിൽ ലൈം ലൈറ്റോ മാത്രമാണ്. അങ്ങനെയാകുമ്പോൾ അതിനകത്തൊരു ഇതുണ്ട്, അത്രയേ ഉള്ളൂ. സാർ, അത് ഈ പറയുന്ന പോലെ ഒരു കഥാപാത്രത്തെ കാണാതെ വ്യക്തിയെ കാണുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നം കൂടെയല്ലേ? അപ്പം എനിക്ക് അവരുടെ പ്രശ്നത്തെക്കുറിച്ച് എനിക്ക് ഒത്തിരി പറയാൻ പറ്റത്തില്ല. ഓഡിയൻസ് ആയിട്ടാണ് നമ്മളപ്പോൾ നമ്മളൊരു സിനിമ കാണുമ്പോൾ ഒരു ജീവിതമാണ് കാണുന്നത്. അവരുടെ ജീവിതമാണ് നമ്മൾ കാണുന്നത്. അത് അവിടെ ആസിഫ് എന്നോ അമല എന്നൊരു വ്യക്തിയല്ല, അവിടെ 2 കഥാപാത്രങ്ങളാണ്. പക്ഷേ എന്തെങ്കിലും ഒരു സീൻ ഉണ്ടെങ്കിൽ അത് ഇന്ന വ്യക്തിയുടെ സീൻ അല്ലെങ്കിൽ ഇന്ന നടിയുടെ സീൻ എന്ന് പറഞ്ഞ് പുറത്ത് റീൽസും അല്ലെങ്കിൽ വാർത്തകളായിട്ട് വരുമ്പോൾ വ്യക്തിഹത്യ അല്ലെങ്കിൽ വ്യക്തികളായിട്ട് കാണുന്നോണ്ടുള്ള പ്രശ്നം കൂടെ അല്ലേ കഥാപാത്രമായി കാണാതെ? അത് ആരുടെ പ്രശ്നമാണെന്ന് പറയുന്നത്? ആർക്ക് പ്രശ്നമാണെന്ന് പറയുന്നത്? കൺവേ ചെയ്യുന്നത് അങ്ങനെ ഒരു കഥാപാത്രമായി കാണാതെ വ്യക്തികളെ കാണുന്നോണ്ടുള്ള പ്രശ്നമല്ലേ? അതായിരിക്കും. അത് അങ്ങനെ കാണുന്ന ഓഡിയൻസിന്റെ കാര്യമല്ലേ പറഞ്ഞത്. ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലോ. അതേപോലെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, അല്ലാതെ അതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. സമയത്ത് കോളേജ് ഫസ്റ്റ് ഇയർ ആയിരുന്നപ്പോൾ കോളേജ് കഴിഞ്ഞു. ജിത്തു സാറ് തന്നെ അതിനിടയ്ക്ക് ലാലേട്ടനെ വെച്ചൊരു പടം ചെയ്തു, തെലുങ്കിൽ ദൃശ്യത്തിൻ്റെ റീമേക്ക് ചെയ്തു. ഒരുപാടായി. എപ്പോഴാണ് റാം ഇറങ്ങി? ഞാൻ ദയവേദി നിങ്ങളോട് ഒരു കാര്യം പറയാം. റാമിൻ്റെ ചോദ്യം ഇനി എന്നോടല്ല ചോദിക്കുന്നത്,
ഇനി അത് പ്രൊഡ്യൂസറിനോട് ചോദിക്കണം. കാരണം ഐ എം ജസ്റ്റ് ഞാനും ലാലേട്ടനും എൻ്റെ ടീം ഈസ് വെയിറ്റിംഗ് ഫോർ പ്രൊഡ്യൂസറിൻ്റെ ഒരു തീരുമാനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പം അദ്ദേഹത്തോട് ചോദിക്കുക, കാരണം ഞങ്ങൾ റെഡിയാണ്. അത്രേ എനിക്ക് പറയാൻ പറ്റും. ആസിക, നേരത്തെ അമല മാം സിനിമാറ്റോഗ്രാഫറിനെ പറ്റി പറഞ്ഞു. ഇപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞു. കാരണം ടീസർ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. കാരണം നല്ല ഗംഭീരമായിട്ടുള്ള ഷോട്ട്സ് കാണിക്കുന്നത്. അത് എടുത്ത് പറയുകയാണെങ്കിൽ ആ ഒരു ഗുഹ അല്ലെങ്കിൽ ആ റെയിൽവേ ട്രാക്ക്, അത് ആസിക നടന്നു വരുന്ന ആ ഒരു ഷോട്ട്, അപ്പം എനിക്കൊരു ഡൗട്ട് തോന്നി അന്നേരം. അതായത് ഈ സിനിമയിലെ ഏറ്റവും മികച്ച ഷോട്ടുകൾ കൂട്ടി വെച്ച് ടീസർ ഉണ്ടാക്കിയതാണോ, അല്ലെങ്കിൽ സിനിമയിലുടനീളം ഇത്തരത്തിലുള്ള ഷോട്ട്സ് ഒരുപാട് ഉണ്ടായിരിക്കുമെന്ന്. അപ്പോൾ ആസിക സിനിമാറ്റോഗ്രാഫിയിൽ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്? ഈ സിനിമാറ്റോഗ്രാഫർ ജഡ്ജ് ചെയ്യുന്നത് സിനിമയ്ക്ക് ആവശ്യമുള്ളത് മാത്രം ഷൂട്ട് ചെയ്യുന്ന ആളാണ് നല്ല സിനിമാറ്റോഗ്രാഫർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ അകത്ത് സിനിമാറ്റോഗ്രാഫറിൻ്റെ കഴിവ് കാണിക്കാനല്ല, അതിൻ്റെ അകത്ത് ഞാനൊരു കുറേ ഗിമ്മിക്സ് കാണിക്കാം, ചിലപ്പോൾ അത് ഡിമാൻഡ് ചെയ്യുന്ന സിനിമകളുണ്ടാവും. ഞാൻ വിശ്വസിക്കുന്നത് ഈ ഡയറക്ടർ എങ്ങനെയാണോ ഈ സിനിമ നറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് ഒരു ടേസ്റ്റ്ഫുള്ളി ചെയ്യുന്ന ആളായിരിക്കണം നല്ല സിനിമാറ്റോഗ്രാഫർ. അപ്പുവിനെ ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യാനുള്ളൊരു കാരണം, ഈ സിനിമയെ അപ്പു മനസ്സിലാക്കി ഈ ഒരു മാജിക്കൽ ഫീൽ ഈ സിനിമയിൽ കൊടുക്കുക. ഒരു ഇമാജിനറി വേൾഡ് നമ്മൾ പറയുമ്പോൾ അതിനെവിടെയൊക്കെയോ ഒരു പ്രത്യേകതകൾ, ഒരു അസ്വാഭാവികത തോന്നണം, എന്നാൽ അത് ഭയങ്കര ഗിമ്മിക്കായിട്ട് തോന്നരുത് എന്നുള്ളത് കൃത്യമായ ഒരു ലൈനിലൂടെ അപ്പു പോയിട്ടുണ്ട്. പിന്നെ ആ ലൊക്കേഷൻ ഒരു പുതിയ സ്ഥലമാണ്, അപ്പോൾ നമുക്കത് കാണുമ്പോൾ അതിലെ എല്ലാ ഫ്രെയിംസും നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ തോന്നും. അത് തന്നെയായിരുന്നു അർഫാസിൻ്റെ ഉദ്ദേശവും. ഈ കഥ നടക്കുന്നത് എവിടെയാണെന്നോ ഏത് ജോഗ്രഫി ആണെന്നോ ഒന്നും ഓഡിയൻസിന് മനസ്സിലാവരുത്. എന്നാൽ ഇതൊരു മലയാള സിനിമയാണോ എന്ന് ചോദിച്ചാൽ ഇതൊരു ഒരു ഇന്റർനാഷണൽ സിനിമ, അതായത് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മലയാളത്തിൽ നിന്നുള്ള ഇതൊരു മലയാള സിനിമയാണ് പുതിയൊരു സ്റ്റൈലിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു പുതുമ എല്ലാ രീതിയിലും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ ആസിഫ് അലിയുടെ എന്നുള്ള രീതിയിൽ മൾട്ടി ലാംഗ്വേജിൽ വരുന്ന ഒരു ആദ്യത്തെ ഒരു സിനിമയാണ്. അപ്പം ഇപ്പോഴാണെങ്കിൽ തമിഴ് ഓഡിയൻസ് മലയാള സിനിമ, അത് ഏത് നടൻ്റെ ആണെങ്കിലും നല്ല കഥകൾ, നല്ല കോണ്ടന്റ് ഉണ്ടെങ്കിൽ സ്വീകരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം അത്തരത്തിൽ എത്രത്തോളം ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്? നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മുടെ സിനിമകളുടെ പ്രൊമോഷനായിട്ടും കേരളത്തിൻ്റെ പുറത്ത് പോകുമ്പോൾ ആളുകൾ പറയുന്നത് കേരളത്തിൽ നിന്ന് വരുന്ന മലയാള സിനിമയ്ക്ക് പ്രഡിക്റ്റബിലിറ്റി ഇല്ല എന്നുള്ളതാണ്. അവിടെ നിന്ന് വരുന്ന സിനിമകൾ ഇത്തരത്തിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ തമിഴ് സിനിമ എന്ന് പറയുന്ന പോലെ, തെലുങ്ക് സിനിമ എന്ന് പറയുന്ന പോലെ ഒരു ഐഡന്റിറ്റി ഇല്ല മലയാള സിനിമയ്ക്ക്. ഇവിടെ നിന്ന് ഓരോ പ്രാവശ്യം പോയി അവിടെ ആളുകൾ ശ്രദ്ധിക്കുന്നത് ഓരോ രീതിയിലുള്ള സിനിമയാണ്. അപ്പം തലവന് ശേഷം എനിക്കിനി വരാൻ പോകുന്ന റിലീസ് അവിടെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് തലവനിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയ ഒരു സിനിമ കൊടുക്കാൻ പറ്റുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അത് നമ്മുടെ സിനിമയുടെ ഒരു വളർച്ച ആളുകൾ ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷമായിരിക്കും ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. 2018 അവനിത് മൈക്ക് പഠിച്ചു ചുമ്മാ തമാശ. 2018 ഉണ്ടായിരുന്നു. അത് ഇന്ത്യ ഒട്ടാകെ ഈവൻ ഓസ്കാറിൽ വരെ പോയൊരു സിനിമയാണ്. അപ്പം അതിൽ അഭിനയിച്ച ഒരു ആക്ടർ എന്നുള്ളൊരു നിലയ്ക്ക് ഇപ്പം മൾട്ടി ലാംഗ്വേജ് അല്ലെങ്കിൽ വേറെ ലാംഗ്വേജിലൊക്കെ ചേട്ടന് കോൺഫിഡൻസ് ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന്റെ ഒരു ആവശ്യം ഇനി ഇല്ലല്ലോ, കാരണം ഇപ്പം ഇന്ത്യ ഒട്ടാകെയുള്ള ആൾക്കാരൊക്കെ കണ്ട് കോൺഫിഡൻസ് ഇല്ലെന്ന് പറഞ്ഞത് എനിക്ക് മലയാളത്തിൽ നിന്ന് ഞാൻ പോയി മലയാള സിനിമയെ റെപ്രസെന്റ് ചെയ്ത്, അല്ലെങ്കിൽ അവിടെ നിന്ന് വന്നൊരു ആക്ടറാണെന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ കിട്ടേണ്ടത് അങ്ങനെ ഒരു വേഷമായിരിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. പിന്നെ എൻ്റെ ഒരു സിനിമ കണ്ട്, എൻ്റെ ഒരു ക്യാരക്ടർ കണ്ട് അവിടെ നിന്ന് ആളുകൾ മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം അവിടെ പോകണം എന്നുള്ളതുകൊണ്ട്. ഈ വിളികളൊക്കെ വന്ന സമയത്ത് അതിനേക്കാൾ നല്ല മലയാള സിനിമ എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പോകാതിരുന്നത്. എല്ലാ സിനിമകളിൽ തന്നെ കഥാപാത്രത്തെയായാലും ദൃശ്യത്തിലായാലും എല്ലാ കഥാപാത്രങ്ങളും പറഞ്ഞു പോകുന്ന ഒരു ഡെപ്ത് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും കഥകൾ വേറെയും പറയാനുണ്ടെന്നുള്ള രീതിയിൽ ഇപ്പോൾ ദൃശ്യം 2 എടുക്കുമ്പോഴും ആ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നിരുന്നു. അപ്പോൾ ഈ അടുത്ത് കണ്ടതിൽ ദൃശ്യം 2 കഴിഞ്ഞ് കൂമന് കഴിഞ്ഞ ഒരു ഈ സ്ഥലത്ത് ലാലേട്ടൻ്റെ ഈ ദൃശ്യം 3 വരാണെങ്കിൽ കൂമനിൽ ആസിഫ് അലി ആയിരിക്കണം ഈ പറഞ്ഞ പോലെ ലാലേട്ടൻ്റെ ഒരു ഇത് ഭയങ്കര കമന്റിൽ നിന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ സിനിമകളും എടുത്താൽ ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ റോള് വേറൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ലാലേട്ടനായിട്ട് ചെയ്യുക, അങ്ങനെയുള്ളൊരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ കമന്റിങ്ങിന് വരാറുണ്ടായിരുന്നു. അത് ഇത്തരം ഒരു സിനിമ നമുക്ക് ചെയ്യാൻ സാധിക്കും. യൂണിവേഴ്സൽ അങ്ങനെ എന്നാ പ്രോബ്ലം വെച്ചാൽ, കാരണം ആ ഒരു ട്രെൻഡ് അല്ല, എൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ, ഇപ്പം ആ യൂണിവേഴ്സ് എന്നുള്ളൊരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പം ഞാനും ഒരു യൂണിവേഴ്സ് അടിച്ചേക്കാം എന്നോർത്ത് എൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ, ഞാനൊരു കഥ കിട്ടിക്കഴിഞ്ഞാൽ ആ കഥയെ അപ്രോച്ച് ചെയ്യണം. ഓക്കെ, ആ കഥ എങ്ങനെ പറയാം?
എങ്ങനെ കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആക്കാം, അല്ലെങ്കിൽ എങ്ങനെ അതിനകത്ത് ഇമോഷൻസ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. അതായത് ആ ക്യാരക്ടറും ഈ ക്യാരക്ടറോട് എടുത്തിട്ട് ഇത് യൂണിവേഴ്സ് ആക്കി ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. അത് എൻ്റെ കുഴപ്പമായിരിക്കാം, എനിക്കറിയില്ല. എന്നോട് എൻ്റെ മോള് ചോദിച്ചു, ഇത് ശരിക്കും ഇങ്ങനെ ഇതിലൊക്കെ വന്നപ്പം സാമലക്സ് മറ്റേ കൂബനിലെ ഇത് CBI നമ്മുടെ സേതുരാമയ്യർ ഇവരല്ല. അപ്പം ഞാൻ പറഞ്ഞു അല്ല അത് എൻ്റെ ക്യാരക്ടർ അല്ല എങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടുന്നില്ല, എനിക്കങ്ങനെ ആലോചിക്കാൻ പറ്റുന്നില്ല. ഓരോ കഥയും ഞാനിങ്ങനെ ഇത് ചെയ്തു. ആ പാടെ ഒരു സെക്കൻഡ് പാർട്ട് ചെയ്തത് ദൃശ്യത്തിൻ്റെയാണ്. അതിങ്ങനെ കറക്റ്റ് ഒരു ഇത് വന്നപ്പോൾ ആ ക്യാരക്ടറിനെ ഞാൻ കണ്ടിന്യൂ ചെയ്തു. ഇനിയിപ്പോൾ നാളെ കൂമൻ ഒരു ഇതുണ്ടാവുമോ എനിക്കറിയില്ല. ചിലപ്പോൾ ഒരു നല്ല ഐഡിയ വന്നാൽ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. അല്ലാതെ അവിടുന്ന് കൂമൻ്റെ ആ ക്യാരക്ടറിനെ എടുത്തു ഈ ക്യാരക്ടർ എടുത്തു ഞാനിങ്ങനെ അങ്ങനെ ഒരു ഐഡിയ ഒന്നും പോകുന്നില്ല, അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. അതാണ് എൻ്റെ പ്രശ്നം. നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഇതൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കണ്ടേ? ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അവിടെയാണ്. നമുക്ക് ചുമ്മാ ഇരുന്ന് പറയാം അവിടെ ഇരുന്നുണ്ടെന്ന്. ഞാനിപ്പോൾ പുറത്തുനിന്ന് സ്ക്രിപ്റ്റ് എടുക്കുന്നുണ്ട്. ദൈവം ഇത് പറഞ്ഞാൽ ഒരബദ്ധം പറ്റി. അല്ല ഞാൻ പറഞ്ഞ ഇങ്ങനത്തെയൊക്കെ ഐഡിയ ക്യാരക്ടർ എല്ലാം കൂടെ ഒരു ഐഡിയ വരുവാണെങ്കിൽ ചെയ്യാം. കാരണം ക്രിസ്ത്യൻ്റെ സമയത്ത് ഒരബദ്ധം പറ്റി. 3ക്ക് എവിടെയോ കഥയുണ്ടെങ്കിൽ ഞാൻ തമാശയായിട്ട് അടിച്ചു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മെയില് ആക്ച്വലി ബ്ലോക്ക്ഡായി. സീരിയസ്ലി ആ മെയില് ബ്ലോക്ക്ഡായി. അത് കഴിഞ്ഞപ്പോഴാണ് ഞാനിത് മറന്നുപോയി. അത് കഴിഞ്ഞപ്പോൾ ആരാണ്ട് പറഞ്ഞു സാറിന് എനിക്ക് അതിനകത്ത് ആ ടൈം ലൈൻ വെച്ചിട്ട് കാണിച്ചു തന്നപ്പോൾ അതൊക്കെ ശരിയാ, ഞാനൊരു തമാശയായിട്ട് പറഞ്ഞു. പക്ഷെ ഞാനിങ്ങനെ ചിന്തിക്കുന്നില്ല. അതാണ് പ്രശ്നം. ഇതിൻ്റെ പേരിൽ ആരും അയക്കണ്ട കേട്ടോ. പല ടൈമായിട്ട് ക്യാമ്പസിൽ കൊണ്ടുപോയി പ്രസ് മീറ്റ് ഉണ്ട്. ഈ സിനിമയുടെ ഒരു വിശ്വാസത വീണ്ടും വർദ്ധിക്കുകയാണ് പ്രേക്ഷകർ. അതെങ്ങനെ കാണും? അല്ല, നമ്മൾ ഏത് പ്രൊഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അതിൻ്റെ മാർക്കറ്റിങ്ങിന് അതിൻ്റെതായ എഫേർട്ട് എടുക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ സിനിമ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ചെയ്യണം, അല്ലെങ്കിൽ ആ സിനിമ കാണാനൊരു തോന്നൽ ഉണ്ടാക്കണം എന്നുള്ളത് നമ്മുടെ മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും അത്യാവശ്യമുള്ളൊരു അതാണ് മാർക്കറ്റിംഗ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് എല്ലാ സിനിമയ്ക്കും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ളൊരു സിനിമ വരുമ്പോൾ നമ്മളൊരു പുതിയ നെറേറ്റീവ് ഉള്ളൊരു സിനിമയാണ്. അപ്പോൾ ഇതിനകത്ത് ട്രെയിലറൊക്കെ കാണുമ്പോൾ കിട്ടുന്നൊരു മൂഡുണ്ടല്ലോ, ആ മൂഡ് വെച്ചിട്ട് ഈ സിനിമയ്ക്ക് ആളെ കൊണ്ടുവരണമെങ്കിൽ, ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കണമെങ്കിൽ നമ്മളൊരു എഫേർട്ട് വേണം. പിന്നെ ഇൻഡസ്ട്രി വലുതാവുകയാണ്. അപ്പോൾ ഒരുപാട് നല്ല സിനിമകൾ വരുന്നു. ഇപ്പോൾ ഈ വർഷം എടുക്കുമ്പോൾ ഈ വർഷം ഇറങ്ങിയ എല്ലാ സിനിമകളും അത്യാവശ്യം ഒരു എബോ ആവറേജ് ലെവലിൽ അഭിപ്രായങ്ങൾ നേടിയ സിനിമയാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിപ്പം ഇൻഡസ്ട്രിക്കും ഫീൽ ചെയ്യണം എന്നൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ എഫേർട്ട് ഇട്ട് മാർക്കറ്റ് ചെയ്യുന്നത്. ആസിഫ് ഇപ്പോൾ ഈ റെയിലിൽ തല വെച്ച് ട്രെയിൻ വരുന്നത് കാണുന്ന ഒരു ഷോട്ടാണ് നമുക്ക് എല്ലാവർക്കും മൂന്നാം പിറയിൽ കമലഹാസനെയും ശ്രീദേവിനെയൊക്കെ ഓർമ്മ വരും. അല്ലെങ്കിൽ പല്ലിൽ കറയിട്ട ഒരു ആക്ടർ ഓടിയിടന്ന് നടക്കുന്നു. അപ്പോൾ കറുത്തപക്ഷികളിലെ ശ്രീ മമ്മൂക്കേനെ ഓർമ്മ വരും. ഇതൊക്കെ ചെയ്യുമ്പോൾ ആസിഫിയുടെ മനസ്സിൽ എന്തൊക്കെയാണ് വരിക? എൻ്റെ മനസ്സിൽ രഘു മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. കാര്യം അർഫാസ് അത്ര രസമായിട്ടാണ് എനിക്ക് ആ ക്യാരക്ടർ പറഞ്ഞു തന്നിരുന്നത്. പിന്നെ ഒത്തിരി സമയമെടുത്താണ് നമ്മൾ ഈ സിനിമ ഷൂട്ട് ചെയ്തത്. ഈ പറയുന്ന പോലെ പെർഫോമൻസിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ ഒരുപാട് റിഹേഴ്സൽസും ഒരുപാട് വർക്ക്ഷോപ്സും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാ ഡീറ്റെയിലിങ്ങും ആ ക്യാരക്ടേഴ്സുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഏജ് കെട്ടലായി പോകരുത് ആ ക്യാരക്ടർ. അപ്പോൾ അത് ഭയങ്കര ഒറിജിനലായിട്ട് നിൽക്കാനുള്ള എല്ലാം എൻ്റെ ഭാഗത്തുണ്ട്. അല്ലാതെ വേറെ ഒരു റെഫറൻസോ അല്ലെങ്കിൽ വേറെ ആളുകൾ ചെയ്തത് കൊണ്ട് എനിക്കും ഇങ്ങനൊരു വേഷം വേണം. പണ്ട് ഇങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സാധനം ചെയ്താൽ സ്റ്റേറ്റ് അവാർഡ് അടിക്കാം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഇത് ഈ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട്, ഈ സിനിമയെ ഇഷ്ടപ്പെട്ട് തന്നെയാണ് ചെയ്തത്. മലയാളികൾ എവിടെയുള്ളവരെല്ലാവരും ഇഷ്ടപ്പെട്ടത് നടൻ തന്നെയാണ്. അതിനൊന്നും കൂടി പേര് തെളിച്ചത്. ഇപ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷം ദുബായിൽ ഇപ്പോൾ താങ്കളുടെ പേര് ഒഴുകി നടക്കാൻ തുടങ്ങിയാണ് എന്ന് ഞങ്ങൾ കേട്ടിരുന്നു. അതുമായിട്ടുള്ള കാര്യങ്ങൾ. അല്ല, ഞാനും പറഞ്ഞു എനിക്കും സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒത്തിരി അഭിമാനം തോന്നി. അപ്പോൾ അതിൻ്റെ താഴെ ഒരു കോമന്റ്, എന്നാൽ പിന്നെ ഇവരൊരു ചില്ലുകൂട്ടിലിട്ട് പുണ്യാളിട്ട് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ അതും എല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഒരാൾക്ക് തോന്നി, അത് ഒരുപാട് സന്തോഷം. ഇല്ല, ഞാനും അത് ന്യൂസിലൂടെയാണ് അറിയുന്നത്. എനിക്കും അദ്ദേഹത്തിന് ഒരുപാട് പരിചയമുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അത് ഞാൻ കേട്ടപ്പോൾ എനിക്കും തോന്നി അത് കുറച്ച് ഓവറായി പോയില്ലേ. ഷറഫുദ്ദീൻ എത്തി